സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം തൃശൂരിലെ ഊട്ടോളി കൃഷ്ണൻകുട്ടി എന്ന വ്യക്തിയുടെ കയ്യിലുള്ള ഊട്ടോളി രാമൻ എന്ന ആനയെ കേരള വനംവകുപ്പ് ഏറ്റെടുക്കണമെന്നത്. ഈ ആനയുടെ യഥാർത്ഥ ഉടമ മാതാ അമൃതാനന്ദമയി മഠം സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഇങ്ങനെയൊരു ഉത്തരവുണ്ടായത്. നിലവിലുള്ള ഉടമ കൃഷ്ണൻകുട്ടി കോടതി ഉത്തരവ് ലംഘിച്ച് ആനയെ ഉത്സവപൂര പരിപാടികളിൽ പങ്കെടുപ്പിച്ചതിനെ തുടർന്നാണ് കൃഷ്ണൻകുട്ടിക്ക് 2000 രൂപ പിഴയും രാമനെ താൽക്കാലികമായി വനംവകുപ്പ് ഏറ്റെടുക്കുവാനും കോടതി ഉത്തരവായത്. ഈ വിധിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി അഭിപ്രായങ്ങളാണ് കേരളത്തിലെ ആനപ്രേമികൾ സോഷ്യൽ മീഡിയയിൽ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുന്നത്. അതിൽ പലതും രാമനെ കേരള വനംവകുപ്പ് ഏറ്റെടുത്താൽ ആനയുടെ ആരോഗ്യം നശിക്കുമെന്നും ആനയെ വനംവകുപ്പ് നല്ല രീതിയിൽ നോക്കില്ലെന്നുമൊക്കെയാണ്. എന്നാൽ ഈ അഭിപ്രായത്തോട് പൂർണ്ണമായും യോജിക്കുവാൻ ഒരിക്കലും സാധിക്കില്ല. അതിനു കാരണം കേരള വനംവകുപ്പ് മുൻപ് സ്വകാര്യ വ്യക്തികളിൽ നിന്നും ഏറ്റെടുത്ത നിരവധി ആനകളുടെ ഉദാഹരണം നമ്മുടെ കൺമുന്നിൽ തന്നെയുണ്ട്. അങ്ങനെയുള്ള ചില ആനകളുടെ പേരുകൾ നോക്കാം. ഏറ്റവും ആദ്യം പറയേണ്ടത് ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം തൃശൂരിലെ പാണഞ്ചേരി ഗ്രൂപ്പിൽ നിന്നും കേരള വനംവകുപ്പ് ഏറ്റെടുത്ത പാണഞ്ചേരി അഭിമന്യു എന്ന ആനയുടെ കാര്യമാണ്. ആനയുടെ കലാപം കൊണ്ടും ഉടമയുടെ നോട്ടക്കുറവ് കൊണ്ടും പരിതാപകരമായിരുന്ന പാണഞ്ചേരി അഭിമന്യു എന്ന ആനയെ കുറച്ചു വർഷങ്ങൾക്ക് മുൻപാണ് വനംവകുപ്പ് ഏറ്റെടുക്കുന്നത്. ഏറ്റെടുക്കുന്ന സമയത്ത് ആനയ്ക്ക് ഒരു കണ്ണിന് കാഴ്ച പൂർണ്ണമായും ഇല്ലായിരുന്നു. അതുമാത്രമല്ല, നിരവധി പീഡനങ്ങൾ ഏറ്റു ചെയ്യുവാൻ അധികം നാളില്ല എന്ന് പലരും വിധിയെഴുതിയ ആനയാണ് അഭിമന്യു. എന്നാൽ വർഷങ്ങൾ പിന്നിടുമ്പോൾ ഇന്ന് കോടനാട് ആനക്കളരിയിൽ മികച്ച ആരോഗ്യത്തോടെ നിൽക്കുന്ന അഭിമന്യുവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. രണ്ടാമതായി കോടനാട് ഹരിപ്രസാദ് എന്ന ആനയെപ്പറ്റി പറയാം. 2013 വടക്കുംനാഥൻ കൃഷ്ണ എന്ന പേരുണ്ടായിരുന്ന ആനയെ കേരള വനംവകുപ്പ് ഏറ്റെടുത്ത് കോടനാട് ആന വളർത്തൽ കേന്ദ്രത്തിലേക്ക് മാറ്റുന്നത്. നിയമവിരുദ്ധമായി ആനയെ കൈവശം വച്ചു എന്ന കുറ്റം ചുമത്തിയാണ് കോടതി ഉത്തരവ് പ്രകാരം ഹരിപ്രസാദിനെ കോടനാട് ആന വളർത്തൽ കേന്ദ്രത്തിലേക്ക് മാറ്റിയത്. എന്നാൽ വർഷം 10-12 കഴിയുമ്പോഴും മികച്ച ആരോഗ്യത്തോടെ നിൽക്കുന്ന ഹരിപ്രസാദിനെ നമുക്ക് കോടനാട് കാണുവാൻ സാധിക്കും. ഇതുപോലെ ഏറ്റെടുത്ത ആനകളാണ് മൂടയിൽ ഹരികൃഷ്ണൻ എന്ന മോഴ ആനയും തിരുവമ്പാടി ചന്ദ്രനാഥ് എന്ന ആനയും. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിനടുത്തുള്ള മൂടയിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ആനയാണ് മൂടയിൽ ഹരികൃഷ്ണൻ. ക്ഷേത്രത്തിൽ നിന്ന് അനുമതിയില്ലാതെ തിരുവനന്തപുരത്തേക്ക് മാറ്റിയതിനെ തുടർന്നാണ് വനംവകുപ്പ് ഈ ആനയെ പിടിച്ചെടുക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരം കോട്ടൂർ ആന വളർത്തൽ കേന്ദ്രത്തിൽ നല്ല രീതിയിലാണ് ഹരികൃഷ്ണൻ ഉള്ളത്. അങ്ങനെ ഒട്ടനവധി ആനകളെ സ്വകാര്യ വ്യക്തികളിൽ നിന്നും കേരള വനംവകുപ്പ് ഏറ്റെടുത്തിട്ടുള്ളതിനാൽ ഭൂരിഭാഗം ആനകളെയും വളരെ മികച്ച രീതിയിലാണ് വനംവകുപ്പ് പരിചരിക്കുന്നത്. ഇപ്പോൾ താൽക്കാലികമായാണ് രാമനെ ഏറ്റെടുക്കാൻ വനംവകുപ്പിന് സുപ്രീം കോടതി ഉത്തരവ് നൽകിയിരിക്കുന്നത്. അന്തിമ വിധി വന്ന ശേഷം മാത്രമേ രാമനെ എങ്ങോട്ടേക്കാണ് മാറ്റേണ്ടതെന്ന കാര്യത്തിൽ ഒരു തീരുമാനമാവുകയുള്ളൂ.